ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോട്ട് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആര്യോ. അപ്പൊ ഗൈസ്, നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ഈ ഒരു സാധനം നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ക്യാമ്പിങ്ങിന് പറ്റിയൊരു വെസൽ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്നല്ല കേട്ടോ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അത്യാവശ്യം നല്ല കുളിക്കാനും നല്ല കാമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. നമ്മൾ അവിടെ പോയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. കാരണം ക്യാമ്പിങ്ങിന് പറ്റുമല്ലേ നമുക്ക് നോക്കണ്ടോ, പുറത്ത് പോയിട്ട് തന്നെ നോക്കി വെക്കാം. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് വിടാണ് കേട്ടോ. എന്താടാ ഇങ്ങനൊരു സാധനം കാണിച്ചാ കേട്ടോ. ഇവിടെ എത്തുമ്പോ എല്ലാ വണ്ടികളും ഇങ്ങനെ നിർത്തും. എന്താ പറയാ, അപ്പൊ ഗൈസ് നമ്മളെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും അല്ല, ഉള്ളിലോട്ടാണ്. അൻപാസ് സൈസാണ് ബാക്കിൽ കേട്ടോ. പറയാൻ പറഞ്ഞു അൻപാസിൻ്റെ ഒപ്പം ഏടെ തുടങ്ങി നീറ്റ. നമ്മൾ ചായ ഉണ്ടാക്കി പോരാന്നുള്ള മൈൻഡാട്ടോ ഗൈസ്. ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ഇടല വേസ്റ്റ് കൈ പിടിച്ചോ, ഒരു വീഴ്ച കാണാം. ഒത്തില്ല ഗൈസ്. നമ്മൾ പോണ ടൈം പറഞ്ഞാലേ എത്രയായിട്ടാ എന്ന് പറയുമ്പോൾ മുൻപ് 4:19 ടൈം. വലിയൊരു കോമഡി പറഞ്ഞാല് ഈ റൂട്ട് കൂടി ചെറുതായിട്ട് പുലിന്റെ സഞ്ചാരമുള്ള ഏരിയയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷ്യം കണ്ടും വേണം പോവാൻ. അവിടെ ആൾറെഡി ആൾക്കാരുണ്ട്, അവിടെ ഓട്ടോറിക്ഷ ഉണ്ടല്ലേ. ഗൈസ് നമ്മൾ കരുതിയ മാതിരി കേട്ടോ, നല്ല മഴയുണ്ട്, നല്ല വെള്ളമുണ്ട്. അന്ന് നമ്മൾ കരുതിയിരുന്നു ഇത്ര വെള്ളം ഉണ്ടാവും കരുതിയിരുന്നു, പക്ഷെ ഇത് വല്ലാണ്ട് കൂടിട്ടോ. കാണുമ്പോ പേടിയാൻ വേണ്ടത്. ഇതാണ് നമ്മളെ മദാരി കേട്ടോ. നമ്മുടെ കരുവാരുണ്ടിൽ കേരള എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സാധനം സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്പോട്ടാണ്. പക്ഷെ ഇപ്പോൾ ഈ അടുത്തായിട്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് മഴ കൂടുതലായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാളികാവ് കരുവാരൻ്റെ ഏരിയയിലൊക്കെ നന്നായിട്ട് വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു, വീടുകളിലൊക്കെ വെള്ളം കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല വെള്ളം ഒഴുക്കുണ്ട്, അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. നോർമൽ അല്ല, വെള്ളം നന്നായിട്ട് വൈൽഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, താഴോട്ട് ഇറങ്ങാം. എന്തായാലും വന്നതല്ലേ, നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്തൊരു ഏരിയ കിട്ടിയാൽ നമുക്ക് ഇവിടുന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഗൈസ്, ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ അത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. 1599 രൂപയാണ് എനിക്കിതിന് വില വന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അത് കോംബോ ആണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു കോംബോയിൽ ഒരു കെറ്റിലും 2 പാനും പിന്നെ കുറച്ച് കിച്ചൺ ആക്സസറീസ് ആണ് വരുന്നത്. ഇനി കോംബോ അല്ലാതെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 2 പാനും പിന്നെ കുറച്ച് കിച്ചൺ ആക്സസറീസ് മാത്രമേ വരുന്നു. കെറ്റിലിന് മാത്രം 800 രൂപ ടു 1000 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഈ 2 എണ്ണം കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1600 തീരും. അല്ല, 2 സെപ്പറേറ്റ് ആയിട്ട് വേറെ എടുക്കുന്ന വെച്ചാൽ ഏകദേശം 2200 മേലെ പോകും. ഗൈസ്, നമ്മൾ ഈ കെറ്റിൽ അൺബോക്സ് കഴിഞ്ഞപ്പോഴേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലിനാണെന്ന് തോന്നും കേട്ടോ ഒറ്റ നോട്ടത്തിൽ. എന്നാലും നമുക്ക് ഫർദർ യൂസിങ്ങിലൂടെ ഉള്ളൂ ഇതിന്റെ ക്വാളിറ്റി ശരിക്കും നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ കെറ്റിൽ 1.2 ലിറ്റേഴ്സ് ആണ് ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ 3 എണ്ണം നമ്മൾ ഓൺലൈനിൽ തന്നെ വരുത്തിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3 എണ്ണത്തിലും നോൺ സ്റ്റിക്ക് കോട്ടിങ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മളന്ന് ആദ്യോഗി പോയപ്പോൾ സ്റ്റീൽ പാത്രത്തിൽ മുട്ട ഉണ്ടാക്കിയിട്ട് കരിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളായതാണ്. ആ അവസ്ഥ ഇനി ഉണ്ടാവാതിരിക്കാനാണ് ഈ സാധനം വരുത്തിപ്പിച്ചത്. എന്തായാലും പാത്രം കൊള്ളാട്ടോ. നമുക്ക് കിട്ടിയപ്പോൾ ആ നെക്കിൽ ചെറിയൊരു ബെൻഡ് ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല, യൂസബിൾ ആണ്. ഗൈസ്, നെക്സ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഒരു പാനിന്റെ സെറ്റാണ്. ഇതിൽ കുറച്ച് കിച്ചൺ ആക്സസറീസും ഉണ്ട് കേട്ടോ. ഈ പാനിന്റെ സെറ്റ് നമ്മൾ അൺബോക്സ് ചെയ്ത് നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, പാനിന്റെ സൈസ് തന്നെയാണോ. ഇത് കഷ്ടിച്ച് 2 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇതിൽ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. 2 ടൈപ്പ് പാനാണ് അതിൽ വരുന്നത്. ഒന്ന് ഓപ്പൺ ഫ്രൈങ് പാനും രണ്ടാമത്തെ കുറച്ച് കുഴിയുള്ള മോഡലാണ്. നമുക്ക് ഈ മാഗി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പക്ക കുക്കിംഗ് പാനും. പിന്നെ ഈ 2 പാൻസും കഷ്ടിച്ച് എന്റെ കൈപ്പത്തിയുടെ വലുപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിന്റെ പ്ലസ് പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ 2ന്റെ ഹാൻഡിൽസ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ
ഏറ്റവും മിനിമലായിട്ട് തന്നെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ചെറിയ സ്പേസ് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3 പാൻസും ഹൈ ക്വാളിറ്റി അലുമിനിയം മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടതെന്നാണ് ആമസോണിൽ പറയുന്നത്. ഇനി ഈ സെറ്റിൻ്റെ ഒപ്പം കിട്ടുന്ന കിച്ചൺ ആക്സറീസ് ആട്ടോ അതൊക്കെ. ഇത് 2 പ്ലാസ്റ്റിക് ബൗൾസ് ആണ്, നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ അളവിനെടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നെ വരുന്നത് പറഞ്ഞാൽ സൂപ്പ് സ്പൂണാണ്, നമ്മൾ അധികം കാണാത്തൊരു സാധനം കേട്ടോ അതൊക്കെ. പിന്നെ ഒരു സാധനം തന്നത് എന്താ വെച്ചാൽ ഒരു വുഡൻ സ്പൂണാണ് കേട്ടോ. നമ്മളെ നോൺ സ്റ്റിക് പാനിൽ സ്ക്രാച്ച് പറ്റായിരിക്കും തന്നാണ് തോന്നുന്നു കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് ലാസ്റ്റ് പാന് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന സ്പോഞ്ചും തന്നിട്ടുണ്ട്. ഇതാണ് കിച്ചൺ ആക്സറീസ് നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ ഈ ബൗളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സാധാരണ ചായപാത്രത്തിൻ്റെ വലുപ്പം മാത്രമേ ഇതുള്ളൂ കേട്ടോ. നമ്മുടെ കെറ്റിലിനെ പോലെ തന്നെ ഇതിനൊരു ക്യാപ്പും വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഓൺലൈനായി മേടിച്ച ക്യാമ്പിംഗ് കുക്കിംഗ് കിറ്റ്. ഇനി നിങ്ങളോട് എൻ്റെ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്തായിരുന്നു ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഞാൻ എക്സ്പെക്ട് ചെയ്തത്ര വലുപ്പം ഇതില്ല, ഓക്കെ, കുറച്ച് ചെറുതാണ്. പക്ഷേ അതല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് വലിയൊരു തിരിച്ചടി കിട്ടിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് 3ഉം ഒരു സെറ്റ് ആയിട്ട് വരുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കെറ്റിൽ സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പാനും ആ ബൗളും ഒരു സെറ്റ് ആയിട്ട് വന്നു. എന്ന് വെച്ചാൽ കറക്റ്റ് ഫിറ്റ് ആയിട്ട് ആ പാനിന്റെ ഉള്ളിൽ ബൗൾ വെക്കാൻ പറ്റുന്ന രീതിയിൽ വന്നു. പക്ഷേ ഞാൻ കരുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബൗളിന്റെ ഉള്ളിൽ കെറ്റിലും വെക്കാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ കെറ്റിലിന് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് ബെടുത്ത് കുറച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് വരുന്നതാണ് ഞാൻ കരുതിയത്. ഇത് 3ഉം ഒരു സെറ്റായിട്ട് ഒരു ബാഗിൽ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ ഏറ്റവും മിനിമലായിട്ടാണല്ലോ നമ്മൾ ക്യാമ്പിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോവുക. അപ്പോൾ ഡിക്കിയിൽ ഞാൻ കെറ്റിലിന് എക്സ്ട്രാ സ്പേസ് വേറെ കാണേണ്ട അവസ്ഥയാണ് ഗൈസ്. എന്തായാലും കുറ്റിയും മറിച്ച് വീടുന്ന് ഇവിടുത്തെ വന്നതല്ലേ, നമുക്ക് എന്തായാലും പോകുന്നതിന് മുന്നേ ആ കെറ്റിൽ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് പോവാം. അപ്പോൾ ഗൈസ് ഇങ്ങനെ ഹാപ്പി ആയില്ലേ മദാരിയൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത് കുളിക്കാൻ കരുതി വന്നാണ്. പക്ഷേ കുളിക്കാൻ പറ്റില്ല, കാരണം അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ഇവിടെ ഈ മദാരിയിൽ അത്യാവശ്യം കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല ഒഴുക്കുമുണ്ട്. നല്ല വെള്ളം നല്ല ഹെവി ആയിട്ട് തന്നെ വരുന്നത്. അപ്പോൾ നല്ല ആഴമുണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ അത്യാവശ്യം സൂക്ഷിച്ചു തന്നെ വരിക. മഴക്കാലത്ത് പുറത്തിറങ്ങി കുളിക്കാൻ പോകുന്നവരോട് പ്രത്യേകിച്ച് നിങ്ങൾ സൂക്ഷിച്ച് തന്നെ പോവുക. കാരണം ഇവിടെ ഓൾറെഡി ഒരു മരണം നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത് ആ പാനൊന്ന് റിവ്യൂ ചെയ്യാം. അല്ല, റിവ്യൂങ് അല്ല ഞാൻ കരുതിയിട്ടുള്ളത്. ആമസോണിൽ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി നമ്മൾ ട്രാവലിന് ഉപയോഗപ്പെടുന്ന എത്തിയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ അത് റിവ്യൂ ഒന്നല്ല ചെയ്തത്, നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഗാഡ്ജറ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. Take care. I'd say see you on the next video. This is me, Mario, signing off. Okay la. Oh, no, 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 no,